ഇന്ന് നമുക്ക് മാർ ഇവാനിയോസ് പിതാവിൻ്റെ സർവ്വസംഘ പരിത്യാഗത്തെക്കുറിച്ച് ചിന്തിക്കാം. ലോക ചരിത്രത്തിൽ വിപ്ലവം കുറിച്ച് ഉദാത്തവും ഉപകാരപ്രദവുമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളവർ മഹാത്മാക്കളാണ്. ഭാരതസഭയുടെ തത്വര കത്തോലിക്കാ സഭയുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് മലങ്കര കത്തോലിക്കാ സഭ ഉടലെടുക്കുന്നതിന് ദൈവം കണ്ടെത്തിയ മഹാരഥനാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ്. ജ്ഞാനസമ്പത്തും സംസ്കാര സമ്പത്തും നിറഞ്ഞു നിന്ന ആർഷഭാരതത്തിൻ്റെ മണ്ണിലാണ് വിശുദ്ധ തോമാസ് ലീഹ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വേര് പാകിയത്. ആർഷഭാരതത്തിൻ്റെ ജീവാംശങ്ങൾ വലിച്ചെടുത്തു തന്നെയാണ് ക്രൈസ്തവ വിശ്വാസം ഇവിടെ മുളച്ചു പൊങ്ങി കതിരണിഞ്ഞത്. എന്നാൽ പിൽക്കാലത്ത് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിലായി ഭാരതസഭ. ഭാരത സംസ്കാരത്തിലേക്ക് തിരിച്ചെത്താതെ ഋഷി പാരമ്പര്യത്തിലേക്ക് തിരിയാതെ ഭാരതസഭയെ നിലനിർത്താനാവില്ല എന്ന് കരുതി അതിനായി പരിശ്രമിച്ച് വിജയശ്രീ ലാളിതനായ മഹത് വ്യക്തിയാണ് നമ്മുടെ പിതാവ്. ചെറുപ്പം മുതലേ സന്യാസ ജീവിതത്തോട് താല്പര്യമുണ്ടായിരുന്ന പിതാവ് ദൈവസേവനത്തേക്കാൾ അത്യുത്തമം ദൈവസമ്പാദനം എന്ന ചിന്തയിൽ എത്തിച്ചേർന്നപ്പോൾ ഭാരതമുനിമാരുടെ സർവ്വസംഘ പരിത്യാഗം കൂടാതെ ദൈവസമ്പാദനം സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞു. സമുദായത്തിൻ്റെ ഉത്കർഷത്തിനായി സറാംപൂരിൽ വാസമുറപ്പിച്ചതു മുതൽ നാം കാണുന്ന പിതാവ് സർവ്വസംഘ പരിത്യാഗിയാണ്. ഗിരിദീപത്തിൽ നാം വായിക്കുന്നു, ആത്മകഥയായ ഗിരിദീപത്തിൽ നാം വായിക്കുന്നു, ദൈവഹിതം അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സന്യാസിക്ക് ദൈവസ്നേഹമല്ലാതെ മറ്റൊരു ചൈതന്യവും ഉണ്ടായിക്കൂടാ. ലോകത്തെ അവൻ ഉപേക്ഷിക്കണം, അവനുള്ളതെല്ലാം ഉപേക്ഷിക്കണം, ഉപേക്ഷിച്ചു എന്ന ചിന്ത പോലും ഉപേക്ഷിക്കണം. സെറാംപൂരിൽ വെച്ച് തുടങ്ങിയ ഈ പരിത്യാഗ ചിന്തയും ജീവിതശൈലിയും പൂവണിയുന്നത് മുണ്ടൻമലയിലെ പർണാശ്രമത്തിലാണ്. മുണ്ടൻമലയിൽ നാം ദർശിക്കുന്ന ഫാദർ ഗീവർഗീസ് പരിത്യാഗത്തിൻ്റെ ആൾരൂപമത്രേ. ദൈവസമ്പാദനത്തിന് MA അച്ഛൻ സ്വീകരിച്ച സന്യാസം സമ്പൂർണ്ണ ത്യാഗത്തിൻ്റെ ജീവിതമായിരുന്നു. ഭാരതീയ സന്യാസത്തിൻ്റെ ഉൾപ്പൊരുൾ പരിത്യാഗത്തിലും ഭാരതീയ സന്യാസത്തിൻ്റെ ഉൾപ്പൊരുൾ പരിത്യാഗത്തിലും തദ്വാര ദൈവസമ്പാദനത്തിലുമാണെന്ന് MA അച്ഛൻ കണ്ടെത്തി. അദ്ദേഹം പറഞ്ഞു, സന്യാസിക്ക് ദൈവം മാത്രം നിക്ഷേപവും സമ്പാദ്യവും. മുണ്ടൻമലയിലെ പർണാശ്രമത്തിലെ താപസവര്യന് ഭാരത സന്യാസിയുടെ ഭിക്ഷാടനം പോലും അന്യമായിരുന്നില്ല. ലോകദൃഷ്ടിയിൽ ബുദ്ധിഹീനനും ഭ്രാന്തനുമാണ് സന്യാസി എന്നുവരെ ആ വലിയ മനുഷ്യൻ കരുതി വെച്ചു. ക്രൈസ്തവ തത്വങ്ങളെ ഭാരതീയ പാരമ്പര്യവുമായി സമന്വയിപ്പിച്ചുള്ള സന്യാസം MA അച്ഛൻ ആശ്ലേഷിച്ചപ്പോൾ ഋഷിവര്യരുടെ സർവസംഘ പരിത്യാഗം, ലാളിത്യം, താഴ്മ, ആഴമേറിയ ദൈവചിന്ത എന്നിവ അവിടുന്ന് സ്വന്തമാക്കി. വനപ്രദേശങ്ങളിൽ ധ്യാന നിർലീനരായിരുന്ന സന്യാസികളെ അനുകരിച്ച് പട്ടണങ്ങളുടെ കോലാഹലങ്ങളിൽ നിന്നും മാറി മലയുടെ മൂർധാവിൽ അദ്ദേഹം കൂടുകെട്ടി. ശിഷ്യനെ ശിഷ്യനാക്കുന്നത് സമ്പൂർണ്ണ ത്യാഗമാണെന്ന് പിതാവ് തിരിച്ചറിഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മാർ ഇവാനിയോസ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വേദഭാഗമാണിത്. പിതാവിൻ്റെ സർവസംഘ പരിത്യാഗ സങ്കല്പം ഏറ്റവും മനോഹരമായി നാം കാണുന്നത് യാഗപ്പശുവിൻ്റെ ഉപമയിലാണ്. യാഗപ്പശു 4 അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകുന്നു, വേർതിരിക്കപ്പെടുന്നു, ദേവാലയ അങ്കണത്തിൽ കെട്ടപ്പെടുന്നു, കഴുത്ത് വെട്ടി തോലുരിച്ച് കഷണങ്ങളാക്കി മാറ്റുന്നു, ഹോമയാഗമായി അർപ്പിക്കപ്പെടുന്നു. ഇതിലുപരി ഒരു സർവസംഘ പരിത്യാഗം എവിടെ കാണും? ജീവിതകാലം മുഴുവൻ യാഗം ചെയ്യപ്പെടുന്നതാണ് സന്യാസം. അതിനെ കുരിശിലെ യാഗത്തോട് ബന്ധപ്പെടുത്തി കാണുമ്പോൾ അത് ക്രിസ്ത്യൻ സന്യാസമാകുന്നു. പരിത്യാഗത്തിൻ്റെ മറ്റ് ഭാവങ്ങളാണ് മൗനവും ഏകാന്തതയും പ്രകൃതിയുമായുള്ള നിരന്തരമായ സഹവാസവും. മണ്ണ് തന്നെയാണ് നാമെന്നും ദൈവത്തിനു വേണ്ടി നിന്ദിക്കപ്പെടുവാനുള്ളവനാണ് സന്യാസിയെന്നും കാണിക്കുന്നതിനുള്ള കാവ്യവസ്ത്രം മറ്റൊരു ഭാവമാണ്. ഭിക്ഷാടനം, താടി വളർത്തൽ, സസ്യാഹാരം,
ചരടിൽ കോർത്ത തടിക്കുരിശ് ഇവയൊക്കെ പരിത്യാഗത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ്. പിതാവിന് സന്യാസത്തിൻ്റെ ആദർശ രൂപം യേശുമിശിഹ തന്നെയായിരുന്നു. സഭയിൽ കിട്ടാമായിരുന്ന സകല സ്ഥാനമാനങ്ങളും വലിച്ചെറിഞ്ഞ് വന്യതാതനും പിതൃതുല്യനുമായിരുന്ന വട്ടശ്ശേരി തിരുമനസിന്റെ സ്നേഹവാത്സല്യങ്ങൾ പരിത്യജിച്ച് സെറാംപൂരിലെ പ്രൊഫസർ ഉദ്യോഗവും വേണ്ടെന്ന് വെച്ച് മുണ്ടൻമലയിലെ പർണാശ്രമവും 400 ഏക്കർ ഭൂമിയും സ്വന്തം സ്ഥാപനമായ ബദനിയുടെ ഈറ്റില്ലവും ഉപേക്ഷിച്ച് സർവസംഘ പരിത്യാഗിയായി വെറും കൈയോടെ മലയിറങ്ങി. മുണ്ടൻമലയോട് സമാധാനത്താലെ വസിക്കുക എന്ന ആശംസാവചനം ചൊല്ലി വിടവാങ്ങി. 1930 സെപ്റ്റംബർ 20 കൊല്ലം അരമന ചാപ്പലിൽ കാണുന്ന പിതാവ് പരിത്യജിക്കാത്തതായി ഒന്നുമില്ല. ഫലമോ, എൻ്റെ നാമത്തെ പ്രതി സഹോദരങ്ങളെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കും. യേശുവിൻ്റെ ഈ വചനം വന്യപിതാവിൽ നിറവേറി. 100 ഇരട്ടി ലഭിച്ചു എന്ന് ബദനിക്കുന്ന് മുതൽ കേരളത്തിലും ബാക്കി കേരളത്തിലും ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന മലങ്കര മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാവരും ചേർന്ന് പാടുന്നു. സന്യാസം സന്ത്യാഗമെന്നു പഠിപ്പിച്ച ധന്യഗുരു നമോവാകം. സന്യാസം സന്ത്യാഗമെന്നു പഠിപ്പിച്ച ധന്യഗുരു നമോവാകം. ദീനതയോലുമി ജീവകലികകൾ ധ്യാനിച്ചു നിൽക്കുന്നു നിന്നെ. ദീനതയോലുമി ജീവകലികകൾ ധ്യാനിച്ചു നിൽക്കുന്നു നിന്നെ. ഗുരു ധ്യാനിച്ചു കൈകൂപ്പി നിൽപ്പൂ. സന്യാസം സന്ത്യാഗമെന്നു പഠിപ്പിച്ച ധന്യഗുരു നമോവാകം. താണനിലം തേടി പായും നദിയുടെ ഗാനമായി നിൻ സ്വരം ഞങ്ങൾ കേട്ടു. താണനിലം തേടി പായും നദിയുടെ ഗാനമായി നിൻ സ്വരം ഞങ്ങൾ കേട്ടു. നിസ്വദുഃഖങ്ങളിൽ പെയ്തിറങ്ങിയിടുന്നൊരാശ്വാസഗീതമായി നീ വന്നു. നിസ്വദുഃഖങ്ങളിൽ പെയ്തിറങ്ങിയിടുന്നൊരാശ്വാസഗീതമായി നീ വന്നു. വന്നു സമാധാനം തന്നു. നിൻമൊഴി സാന്ത്വനം തന്നു. സന്യാസം സന്ത്യാഗമെന്നു പഠിപ്പിച്ച ധന്യഗുരു നമോവാകം. പാപത്തിൻ പുഷ്പങ്ങൾ ചൂടുമീ ജീവിത പാതയിൽ ഞങ്ങൾ പകച്ചു നിൽക്കേ. പാപത്തിൻ പുഷ്പങ്ങൾ ചൂടുമീ ജീവിത പാതയിൽ ഞങ്ങൾ
പകച്ചു നിൽക്കേ നിന്നോർമകൾ കുഞ്ഞുമാലാഖകൾ പോലെ ഞങ്ങൾക്കു നേർവഴി കാട്ടേണമേ. നിന്നോർമകൾ കുഞ്ഞുമാലാഖകൾ പോലെ ഞങ്ങൾക്കു നേർവഴി കാട്ടേണമേ. വാഴ്വിൻ വഴിദീപം നീയേ, വറ്റാത്ത വാത്സല്യം നീയേ. സന്യാസം സന്ത്യാഗമെന്നു പഠിപ്പിച്ച ധന്യഗുരു നമോവാകം. ദീനതയോലുമി ജീവകലികകൾ ധ്യാനിച്ചു നിൽക്കുന്നു നിന്നെ ഗുരോ. ധ്യാനിച്ചു കൈകൂപ്പി നിൽപ്പൂ. സന്യാസം സന്ത്യാഗമെന്നു പഠിപ്പിച്ച ധന്യഗുരു നമോവാകം.